സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കളിക്കുന്നത് ഇന്ത്യൻ ബൈക്ക് റേസ് 3D ആണ് ഗൈസ്. നമ്മുടെ കഴിഞ്ഞ പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഇന്നത്തേത് ഫസ്റ്റ് പാർട്ടാണ്. ഇന്ന് സെക്കൻഡ് പാർട്ടാണ്. മറ്റേ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ്. കഴിഞ്ഞ വട്ടേ ഞാൻ ഇൻട്രോ പറഞ്ഞ് അവസാനിപ്പിക്കാൻ മറന്നു ഗൈസ്. ഇപ്രാവശ്യം ഞാൻ ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇത് വെറുതെ ഇങ്ങനെ ഓടിച്ചു പോയാൽ മതി. ഈ ബൈക്കല്ല, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആ പൊട്ടി തെറിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മളിതാ പോകുന്നു. ഇവിടെ അടുത്ത് തന്നെ കേസ്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ദൂരമൊന്നും പോകണ്ട, കാരണം കുറച്ച് വണ്ടികളുണ്ട്. ഇത് ഒരേ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ കുറേ സമയം എടുക്കും. പിന്നെ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ മറ്റേ വീഡിയോ കാണാനും അത് കണ്ടിട്ട് നമുക്ക് ഇത് കാണാം. ഓക്കെ, നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടേക്ക് എത്തിയിട്ട് അടുത്ത വണ്ടി എടുക്കാം കേസ് നമുക്ക്. ഓക്കെ, നമ്മുടെ അടുത്ത വണ്ടി ഓറഞ്ച് വണ്ടിയാണ് കേസ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഓക്കെ, ഇയാള് മറ്റേ വണ്ടി മറ്റേ ഓണറില്ലേ, നമ്മൾ വിളിച്ച് ജോലി വന്ന ഓണറെ എനിക്ക് കാണിച്ചൊന്നുമില്ല ഗൈസ് ആരാന്ന്. ആൾക്ക് മൊബൈലിൽ വിളിച്ചെന്ന് പറഞ്ഞ് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു, പക്ഷെ പറ്റില്ല ഗൈസ്, എന്താണെന്നറിയില്ല. പിന്നെ ഈ വണ്ടിക്ക് കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയുമ്പോൾ തന്നെ. അപ്പോൾ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കളർ കൊടുക്കണം. ആദ്യം ഇതൊന്ന് പോയി ഓടിച്ചു നോക്കാം. അയ്യോ, ബ്രേക്ക് പിടിച്ചാലും രക്ഷപ്പെട്ടു ഗൈസ്. ജസ്റ്റ് സ്നാനിക്കാണ്ടിരുന്ന ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ അടുത്തത് ഇത് ടെസ്റ്റ് ഡ്രൈവ് കൊണ്ടുപോയത് അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. പോണേ എവിടെയെങ്കിലും ഇടിച്ചാൽ തീർന്ന്. ഇത് വണ്ടി അടിപൊളി കാറാണേ. പുതിയതായിട്ട് അപ്ഡേറ്റ് വല്ലാത്ത അടുത്തന്നെയായി ഗൈസ്. അത് ജസ്റ്റ് മിസ് ആയിരുന്നത്. ജസ്റ്റ് മിസ്. ആളിടിച്ചറാ. ആൾക്കെന്ത് കണ്ടില്ലേ? നമ്മുടെ ബാക്ക് എടുക്കുന്നത് ആളെന്ത് കണ്ടില്ലേ? ആളിടിച്ചറ അവിടെ നിന്ന്. ഇതിനെക്കാട്ടും വേറെ ആരും ഇടിച്ചു പോകുന്നത്. ഭയത്തിന് വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. വീണ്ടും അടച്ചങ്ങോട്ട് പോവാം. എന്താ ചെയ്താൽ മതി. അയ്യോ, ഉമ്മാരിക്കെന്തേ വയ്യവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോണു ഗൈസ്. അപ്പോൾ അങ്ങനെ പോയാൽ പിടിക്കാൻ സാധ്യത എന്തായിട്ട്, കാരണം ഞാൻ അപ്പുറത്ത് കൂടെ പോയി ഗൈസ്. അപ്പം അങ്ങോട്ട് നേരെ പോയിട്ട് കളയാം. ഓക്കെ, ഇവിടുന്ന് വേറെ 2 വണ്ടികൾ. ഈ കാറില്ല, ഇത് അതിൻ്റെ ബാക്കിലത്തെ കാറാണ് നമുക്കന്ന് കിട്ടിയത്. അതിനി സാറാണോ നമ്മുടെ ആയിരിക്കാം, അതുണ്ട്. നമുക്കപ്പോൾ അങ്ങോട്ട് കയറാം. അയ്യോ, ഇതെന്താ ഇങ്ങനെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് വളയണേ? എന്താ ബ്രേക്ക് പിടിക്കുമ്പോൾ വളയണ്? ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ അങ്ങോട്ട് പോവാം. ഇവിടെ വെച്ച് നല്ല സ്പീഡിൽ വിടാം ഗൈസ്. ഇതിൻ്റെ സ്പീഡ് വേറെ നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ 200 ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മാക്സ് സ്പീഡ് 270 ഗൈസ്. ഓടിച്ചു. ഡോറ് ലൂസായി ഗൈസ്. അയ്യോ, ഇനി ഇതെന്ത് ചെയ്യും? ഇത് അടയ്ക്കാണ്ട് നമുക്ക് ഇവിടെ വെക്കാനും പറ്റില്ല. എങ്ങനെയെങ്കിലും അടയ്ക്കണല്ലേ ഗൈസ്. അടക്കി എങ്ങനെയെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കി അതിൻ്റെ ഫോഴ്സിൽ നമുക്ക് അടയ്ക്കാം. അടച്ചാ ഇല്ല, അടച്ചില്ലറാ. അടച്ചാ? അടച്ചു ഗൈസ്. അടച്ചില്ലേ? ചേട്ടാ, പ്രശ്നവും വല്ലാത്ത പ്രശ്നം. നമുക്കൊരു ഐഡിയ ഉണ്ട്. ഈ സാധനം ഇവിടെ വെച്ച് ഇങ്ങനെ വളച്ചിട്ടേ വളച്ചിട്ടേ എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ പോയി. അപ്പോൾ ഇവനിങ്ങനെ ഡോർ അടക്കില്ലേ? അപ്പോൾ അടഞ്ഞാലും ചിലപ്പോൾ നോക്കി വെക്കാം, ചിലപ്പോൾ അടയും. ഓക്കെ ഗൈസ്.
ഗൈസ് അടഞ്ഞ അടഞ്ഞ ഇല്ല അല്ല ഇപ്പം അടയോ നോക്കിയാലും ഇപ്പം അടയാന്നല്ല അടഞ്ഞു. ഇതെന്താടാ അടയാത്ത ചേടാ എന്ത് പറയും ആളെ വന്നത് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാ എന്തായാലും ആവശ്യമുണ്ട്. കുഴപ്പമില്ല. നമുക്കപ്പോ അടഞ്ഞ അടഞ്ഞുറാ ഡോർ അടഞ്ഞു. ഡോറടഞ്ഞു. ഓക്കെ നമുക്കിനി മോഡിഫൈ ചെയ്യാം ഗൈസ് ഈ കാറ്. മോഡിഫൈ ചെയ്യാം. ബാക്കിക്കല്ല ഫ്രണ്ടിക്ക് പോടാ. ഓക്കെ ഗൈസ് അവിടേക്ക് എത്തി. റെയിൻബോ RCB അതന്നെ ഗൈസ് അടിപൊളിയുണ്ട് കളറ്. ഗൈസ് അടുത്തത് നമുക്ക് നിഞ്ച H2R ആണ്. ഇതിന്റെ കളർ മാറ്റാൻ പറഞ്ഞ ബ്ലാക്ക് ആണ് ഗൈസ്. ഈ ബൈക്ക് ഇവര് സാധാരണ ഡേറ്റ് ബൈക്കൊക്കെ അല്ലേ മറ്റേ റാമ്പൊക്കെ ചാടിച്ച് സ്റ്റണ്ടൊക്കെ കാണിക്കുന്നത്. ഇതിപ്പോ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇത് ആരെയും കാണിക്കാണ്ടിരിക്കാൻ. നിഞ്ച H2R ആണ്. നിഞ്ച H2R ഒന്നും വലിയ വേറെ ബൈക്കൊക്കെ കാണാൻ പറ്റും. ഇത് എൻ്റെ നിഞ്ച H2R മാറ്റാനായിട്ട് ബ്ലാക്ക് അടിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. നമ്മളടുത്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു വലിയ റാമ്പില്ലേ അത് ചെയ്യാനാ ഗൈസ്. ഹെൽമെറ്റ് എടുത്ത് വയ്ക്കൊന്നും പറ്റാണ്ടിരിക്കാൻ. അയ്യോ ഞാൻ ഇതുവരെ ആയിട്ടാണെങ്കിൽ അത് ചെയ്തിട്ടില്ല. പിന്നെ ഇത് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പൈസ കിട്ടും. ആ പൈസക്ക് നമുക്ക് ബൈക്കും കാറും വാങ്ങാം. രണ്ടും വാങ്ങാം ഈ സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് ഗൈസിൻ്റെ അപ്പുറത്ത് വെക്കണതാണ് ഇത് ഈ റാമ്പ്. ഇതാണ് ഗൈസ് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇത് വാച്ച് ബാക്ക് എടുക്കട്ടെ. ഓക്കെ ഗൈസ് 3 2 1 ഗോ. കേസ് ഫ്രണ്ട് ഇട്ടിട്ടുണ്ട്. കേസ് നമ്മൾ മോളിക്ക് പോയി ഗൈസ്. ഇത്തിരി കൂടിപ്പോയി മോളിക്ക്. ഇത് നിഞ്ച H2R അല്ല നല്ല സ്പീഡ് കാണും. എന്താ വെച്ചാലേ ഇത്ര സ്പീഡിൽ അങ്ങോട്ട് തെറിച്ചു മുറിഞ്ഞു ഹെൽത്ത് പോയി ഗൈസ്. ഇതെന്തിനാന്ന് വെച്ചാലേ ഇവർക്ക് ആരെങ്കിലും കണ്ടാക്കണ്ടോ നമുക്ക് പിടിച്ചു കൊല്ലാം ഗൈസ്. കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ആരും കണ്ടിട്ടില്ല. ഇതെന്തിനാന്ന് വെച്ചാലേ ഈ ഡേറ്റ് ബൈക്കിന് സ്പീഡ് കുറവല്ലേ ഇതിന് സ്പീഡ് കൂടുതലല്ലേ. അപ്പോൾ ഇവർക്ക് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീറ്റർ ഉണ്ട് അത് നോക്കുക എത്ര മുകളിലേക്ക് പോകുന്നുണ്ടോന്ന്. അങ്ങനെ നോക്കിയപ്പോൾ ഇതിനാണെങ്കിൽ ഫസ്റ്റ് കിട്ടും. എൻ്റെ ടയറൊന്നും മാറ്റിയിട്ടില്ല. ടയർ മാറ്റി ഞാൻ ടയർ മാറ്റാണ്ടാണ് ചെയ്തത്. പക്ഷെ ടയറിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിവിടാം. നമുക്ക് ഇതിന് മാത്രമാണ് ഇത് തന്നേക്കണേ ബൈക്ക്. ബൈക്ക് പിന്നെ അടിച്ചാൽ പ്രശ്നമൊന്നുമില്ല, ഒന്നും പോവില്ല. അമ്മ തെറിച്ചു വന്നോളൂ. ഓക്കെ നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ മാക്സിമം സ്പീഡ് എത്രയാണ്? ഇതിൻ്റെ മാക്സിമം സ്പീഡ് കാണാൻ പറ്റില്ല ഗൈസ്. ഇതിന് കുറേ സ്പീഡുണ്ട്. അപ്പോഴേക്ക് നമ്മൾ സെലക്ട് വണ്ടി വീണാ അതിൻ്റെ വലിയ ഭാഗ്യം. അതിൻ്റെ അടുത്ത് നിർത്താം ഗൈസ്. അടുത്തത് നമ്മുടെ റെഡ് കാറാണ്. ആ കാറിനാണ് നമുക്ക് എന്തോ പച്ച കളർ അടിക്കേണ്ടത്. നമുക്കത് ഇപ്പം അടിക്കാം. ആ പച്ച ഇത് റെഡ് ഇല്ലേ, റെഡ് കറ് അത് ലംബോർഗിനി അടിപൊളിയാണ്. ഇത് ഈ കറി എന്താ പൊങ്ങിയ എൻ്റെ ഹെൽമെറ്റ് അതിൻ്റെ ഉള്ളിൽ വേണം. അങ്ങോട്ട് ചെല്ലുക. നമുക്ക് പച്ചയാണ് അടിക്കേണ്ട. പച്ചയാക്കാം. പച്ചയാക്കാം. നമുക്ക് പച്ചയാക്കിക്കോ. പച്ച ലൈറ്റ് പച്ച. ഇത് ലൈറ്റ് പച്ചയാണ്. ഈ പച്ചേനെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ലൈറ്റ് പച്ചയും ബ്ലൂവും കൂടി ചേർന്നതാ. എനിക്കറിയില്ല ഗൈസ് ഇതിൻ്റെ കളറ്. ഇത് ബ്ലൂ ആണോ എനിക്ക്
കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണ്ടേ? ഇതെങ്ങനെയൊക്കെ പോയാൽ മതി തോന്നുന്നു. വെറുതെ പ്രത്യേകിച്ച് പ്രശ്നമില്ല. അടിച്ചു. ഭാഗ്യത്തിനൊന്നും പോയില്ല, ജസ്റ്റ് മിസ്സായിരുന്നേ. ഹലോ, അവിടെ എൻ്റെ ഫ്രണ്ടിലത്തെ സാധനം പോയടാ. അവിടെ ഇപ്പോൾ കാറ് കാണാൻ ഇത്തിരി അടിപൊളിയായിട്ടില്ലേ? പക്ഷെ അത് പോയിടാ. അതിനെന്ത് ചെയ്യും? ആളോട് പറയാം. നമ്മുടെ ഇതാണ് ഇപ്പുറത്തെ ട്രെൻഡ്, അത് കാരണം ഞാൻ അങ്ങനെ ആക്കിയതാണ്. അയ്യോ, അപ്പം മേടിച്ചിട്ട് അപ്പോൾ ഇത് കാരണമാണ് അങ്ങനെ ആക്കിയെന്ന് പറയാം ഗൈസ്. എന്നിട്ട് ആളെ പറ്റിക്കാം ഗൈസ്. അപ്പം ഇതിൻ്റെ ഭംഗി എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല രസമുണ്ട് ഗൈസ്. ഇത്ര ഓടിച്ചാൽ മതിയാണ്. അപ്പോൾ നമ്മൾ ഇത് ഇഷ്ടമായിട്ട് പൈസ ഇത്തിരി കൂടുതൽ വാങ്ങാം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു വീടും കൂടി വാങ്ങാം ഗൈസ്. ഏതാ എങ്ങനെയാ? അത് അടിപൊളിയായിരിക്കും ഗൈസ്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം ഗൈസ്. ഇത്രയൊക്കെ ഓടിച്ചാൽ മതി. ഇതിൻ്റെ മാക്സിമം സ്പീഡ് വെക്കാം ഗൈസ്. എത്ര ഉണ്ടാവും സ്പീഡ് നോക്കാം. പക്ഷെ വളഞ്ഞിരുന്ന സ്പീഡ് വെക്കാൻ നോക്കാം. സ്പീഡ് എന്തായാലും കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് പ്രശ്നം. സ്പീഡ് നോക്കാൻ പറ്റില്ല. സ്പീഡ് നോക്കണമെങ്കിൽ മറ്റേ റോട്ടിലേക്ക് പോകണം. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത വണ്ടി ലംബോർഗിനിയാണ്. അതിൻ്റെ ഡോർ എങ്ങനെയാണ് തുറന്നേ? ഞാൻ